കേരള പോലീസിനൊപ്പം ജാഗ്രതയോടെ അവിടെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എം ജി മിഥുൻ കൂടി തുടരുന്നുണ്ട്. മിഥുൻ, നമുക്ക് 24 മണിക്കൂർ പിന്നിടുകയാണ്. വീട്ടുകാർക്ക് ഇപ്പോൾ പോലീസിന്റെ അപ്ഡേഷൻസ് ഒന്നുമില്ല. ഇപ്പോഴും ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെയാണോ അന്വേഷണം? മറ്റൊരു തലത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? രജിത്ത്, നിലവിൽ കന്യാകുമാരിയിൽ തന്നെയാണ് കുട്ടി എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. കാരണം നേരത്തെ ചെന്നൈയിലേക്ക് കൂടി ഒരു അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കാരണം അവിടെ കുട്ടിയുടെ സഹോദരൻ വാഹിദ് ഉണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി വാഹിദുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് വരുമെന്നോ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഫോൺ കോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു നേരത്തെ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തത്. പക്ഷേ തുടർന്ന് വാഹിദുമായി പോലീസ് സംഘം കോൺടാക്ട് ചെയ്തു, കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ കുട്ടി വിളിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മൊഴിയാണ് വാഹിദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കന്യാകുമാരിയിലെ ഏതെങ്കിലും പ്രദേശത്ത് തന്നെ കാണാം, ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും കുട്ടി ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. കാരണം ആകെ കുറച്ച് പൈസ മാത്രമേ കുട്ടിയുടെ കയ്യിലുള്ളൂ, 40 രൂപ മറ്റുമാണ് കുട്ടിയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും വാഹനത്തിൽ കയറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒപ്പം തന്നെ നടന്നു പോകുമ്പോൾ കുട്ടി 13 വയസ്സുള്ള കുട്ടിയാണ്. അത് തന്നെ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് നടന്ന് സഞ്ചരിക്കാൻ സാധിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ബീച്ചാണ്, ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര മേഖല കൂടിയാണ്. നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് കന്യാകുമാരി. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ സമീപപ്രദേശത്തുള്ള സ്ഥാപനങ്ങളിലോ കടകളിലോ ഒക്കെ ഉള്ള ക്യാമറകളിൽ കുട്ടി പതിഞ്ഞിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്റ്റേഷനിലെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നിരവധി ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകൾ തന്നെ ആയതുകൊണ്ട് തന്നെ നിരവധി ക്യാമറകളുണ്ട്. അതിൽ ഏതെങ്കിലും ക്യാമറയിൽ കുട്ടി പതിഞ്ഞിട്ടുണ്ടോ, ഈ ഡ്രൈവർമാർ പറഞ്ഞതുപോലെ തന്നെ കുട്ടി പുറത്തേക്ക് വരുന്ന ഭാഗത്ത് അവിടെ ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ ഈ ക്യാമറയിൽ കണ്ടെത്താനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. കൂടാതെ മറ്റൊന്ന്, തിരുവനന്തപുരത്തേക്ക് കന്യാകുമാരിയിൽ നിന്ന് പോകുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നത് RPF കൃത്യമായ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഫോട്ടോ അടക്കം അയച്ചു കൊടുത്ത് ആ ഫോട്ടോ ഓരോ വ്യക്തികളെയും, ഓരോ കമ്പാർട്ട്മെന്റിലുള്ള ഓരോ വ്യക്തികളെയും കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ കണ്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു സാധ്യതയുടെ പുറത്ത് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിൻ അത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ വ്യാപകമായ, വിപുലമായ, ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി 24 മണിക്കൂറിലും തുടരുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ കന്യാകുമാരിയിൽ തന്നെ കുട്ടിയുണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിലൊക്കെ വിവിധ ഭാഗങ്ങളിൽ, കന്യാകുമാരിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഫോട്ടോകൾ അയച്ചു, ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് വരുന്ന വാഹനങ്ങളിൽ വരുന്നവരെയൊക്കെ കാണിച്ച് വാഹനങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വാഹനങ്ങൾ ഉൾപ്പെടെ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ ബസ്സുകളിൽ ഏതെങ്കിലും തന്നെ അവിടുത്തെ ബസ്സുകളിൽ കുട്ടി സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് കുട്ടി ബസ്സിലാണ് യാത്ര ചെയ്ത് തമ്പാനിലെത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ഭവിത പറഞ്ഞതുപോലെ തന്നെ നല്ല കരയുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ബസ്സിൽ കയറി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടി പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും നിലവിൽ കേരള പോലീസിന്റെയും ഒപ്പം തന്നെ തമിഴ്നാട് പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ, സംയുക്തമായ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. നിലവിൽ കുട്ടി ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഉടൻ തന്നെ കുട്ടിക്ക് അരികിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. രജിത, കുട്ടിയിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പോഴും നിരവധിയായ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എവിടെയാണ് കുട്ടി എന്നത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് എന്നതുകൂടി ചേർത്ത് വായിക്കണം. പല വിധത്തിലാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. CCTV കേന്ദ്രീകരിച്ച് ഒരു പരിധിവരെ അന്വേഷണം നടത്തുന്നുണ്ട്. കന്യാകുമാരിയിൽ തന്നെയാണ് കുട്ടിയെ നിഗമനത്തിൽ പോലീസ് മുന്നോട്ട് പോകുന്നു. ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമായി ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത്
തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകളുടെ ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓരോ തീവണ്ടികളിലും വ്യക്തമായ പരിശോധന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് കുട്ടി എവിടെയാണ് എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ 24 മണിക്കൂർ, നേരത്തെ പറഞ്ഞ 24 മണിക്കൂർ പിന്നിടുകയാണ് ഈ പെൺകുട്ടിയെ, 13-കാരിയായ അസം സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാതായിട്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇവിടെ കഴക്കൂട്ടത്ത് തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവർക്ക് അങ്ങനെ അയൽവാസികളുമായതും വലിയ സഹകരണം ഉണ്ടായിരുന്നില്ല. ഈ അയൽവാസികൾ തന്നെ പറയുന്നുണ്ട് പെൺകുട്ടികളെ മാത്രം വല്ലപ്പോഴുമൊക്കെ പുറത്തു കാണാം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മറ്റൊരു കുട്ടി കൂടി, കൊച്ചുകുട്ടി കൂടി ഈ വീട്ടിലുണ്ട്. ഈ കൊച്ചുകുട്ടിയുമായി ഈ 13-കാരി തസ്മിത വഴക്കുണ്ടാക്കി, തമ്മിൽ വാക്കുതർക്കമായി, തമ്മിൽ വഴക്കുണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി. ഇത് കണ്ട അമ്മ ഈ കുട്ടിയെ മർദ്ദിച്ചു. ഇതിന്റെ പിണക്കത്തിലാണ് ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാവിലെ 10-10:30 ഈ സംഭവം, 9:30 കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇവർ ബീച്ചിന് സമീപത്തടക്കം, കന്യാകുമാരിയിലെ ബീച്ചിന് സമീപത്തടക്കം എത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസിന് ലഭ്യമായ പശ്ചാത്തലമുണ്ട്. അയൽവാസി പറയുന്നതനുസരിച്ച് ഈ വീട്ടിലുള്ളത് 2ാം അമ്മയാണ്. പക്ഷേ ഈ അമ്മ പറയുന്നത് അല്ല, തൻ്റെ മകളാണ് എന്ന് പറയുന്നതൊക്കെ പോലീസ് സ്ഥിരീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലൊക്കെ എന്തൊക്കെ യാഥാർത്ഥ്യമുണ്ട്, വ്യക്തതയുണ്ട്, മുമ്പും ഇത്തരത്തിൽ സമാനമായി തന്നെ മർദ്ദിക്കാറുണ്ടോ, എന്ത് മനോവിഷമത്തിന്റെ പേരിലാണ് ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങേണ്ടി വന്നത് എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ അറിവുകൾ ഇനി ലഭിക്കാനുണ്ട്. പക്ഷെ അതിനു മുൻപ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പെൺകുട്ടിയെ കണ്ടെത്തുക, 13-കാരിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അവളെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം പലവിധ അപകട സാധ്യതകളുള്ള ഒരു പ്രദേശം, അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരേണ്ട ഒരു പ്രദേശം കൂടിയാണ്, ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസം കേന്ദ്രമാണ് ഈ കന്യാകുമാരി എന്നുള്ളത്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള തെരച്ചിലും ജാഗ്രതയും വേണ്ടിവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും 24 മണിക്കൂർ പിന്നിടുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനമാണ്. അതിനോട് ചേർത്ത് വായിക്കണം. 24 മണിക്കൂർ പിന്നിട്ട് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പോലീസിന്റെ 5 സംഘങ്ങളാണ് അവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 5:30 മണിയോടുകൂടി അവിടുത്തെ ഓട്ടോ തൊഴിലാളികളാണ് ഈ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നിറങ്ങി ബീച്ച് ഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടത് എന്നതും പ്രധാനപ്പെട്ടതാണ്. ഡാൻ കുര്യനുണ്ട്. ഡാൻ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അവിടെ? മിഥുൻ എന്താണ്? മിഥുന് പുതിയ എന്തെങ്കിലും വിവരം കിട്ടിയോ? രഞ്ജിത്ത്, തീർച്ചയായും. അതായത് നിലവിൽ CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷനിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കുട്ടിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളോ കുട്ടിയെ ആ CCTVയിലൊന്നും തന്നെ കണ്ടെത്താനായില്ലായിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുട്ടി ട്രെയിനിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഇറങ്ങിയോ എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം ഇപ്പോൾ നടത്താനാകില്ല എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അവസാന സ്റ്റോപ്പ് കന്യാകുമാരി ആണല്ലോ മിഥുൻ. അപ്പോൾ അതിന് മുൻപ് എവിടെയെങ്കിലും ഇറങ്ങണം അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ കന്യാകുമാരിയിൽ ഇറങ്ങിയെങ്കിൽ പോലും തന്നെ, പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയെങ്കിൽ പോലും തന്നെ അവിടുത്തെ CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കയറി മറ്റെവിടെയെങ്കിലും, അതായത് 2 സാധ്യതകളാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഒന്നുകിൽ ചെന്നൈയിലേക്ക് പോയിരിക്കാം, ആ സമയത്ത് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു, ആ സമയത്ത് ആ ട്രെയിനിൽ കയറി കുട്ടി ചെന്നൈയിലേക്ക് പോയിരിക്കാം എന്നുള്ളൊരു സൂചന ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതല്ല എങ്കിൽ മറിച്ച് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നു. അതല്ല മറിച്ച് ഈ ക്യാമറകൾ ഉള്ള സ്ഥലങ്ങളല്ലാതെ ട്രാക്ക് വഴി കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നതാണ് എങ്കിൽ ആ ഭാഗത്തൊന്നും തന്നെ ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങളില്ല. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ ഓട്ടോ ഡ്രൈവർമാർ കുട്ടിയെ കാണുന്നത്. ഓട്ടോ ഡ്രൈവർമാർ പറയുന്നതനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതല്ല, ബീച്ച് റോഡിൽ വെച്ചാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ കുട്ടിയെ കാണുന്നത് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തത്. അങ്ങനെ ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴിയിലും ചില അവ്യക്തതകൾ ഉണ്ടല്ലേ പോലീസ്? അങ്ങനെ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഓട്ടോ ഡ്രൈവർമാർ ഈ ഫോട്ടോ കണ്ടതിനെ തുടർന്ന് ആദ്യം തന്നെ പറയുകയും ചെയ്തു കുട്ടി ഈ ബീച്ച് റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അതായത് ആ സമയത്ത് ഏകദേശം ഒരു 5:30 ഉള്ള സമയമാണ്, ഇരുട്ടുള്ള സമയമാണ്, നേരം വെളുക്കാറാകുന്നേ ഉള്ളൂ. ആ സമയത്തൊക്കെ കുട്ടിയാണോ എന്ന് സ്ഥിരീകരിക്കാനാകില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും തന്നെ അവർ പറഞ്ഞതനുസരിച്ച് ആ ഒരു മൊഴി അത് തള്ളിക്കളയാനാകില്ല. കന്യാകുമാരിയാണ്, വിനോദസഞ്ചാര മേഖലയാണ്, നിരവധി ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ്. അവിടേക്ക് ഒരു പക്ഷേ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കുട്ടി ഉണ്ടാകാമെന്നുള്ള ഒരു
ധാരണയായിരുന്നു ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ആ ഭാഗങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും 3 സാധ്യതകളാണ് ഇതിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നുകിൽ കുട്ടി കന്യാകുമാരിയിൽ നിന്ന് മറ്റൊരു ട്രെയിൻ മാർഗം ചെന്നൈയിലേക്ക് പോയിരിക്കാം, രണ്ടാമത് തിരുവനന്തപുരത്തേക്ക് തിരികെ വരാനുള്ള മറ്റേതെങ്കിലും ട്രെയിനിൽ കയറിയിട്ടുണ്ടാകാം, അതല്ല ഈ ട്രാക്ക് വഴി ഇറങ്ങി CCTV ഇല്ലാത്ത സ്ഥലത്തൂടെ, അതായത് കുട്ടിക്കറിയില്ല എങ്കിൽ പോലും തന്നെ ആ ഭാഗത്തൂടെ ഇറങ്ങി ഈ ബീച്ച് റോഡിലൂടെ നടന്നു പോയിരിക്കാം എന്നുള്ള 3 സാധ്യതകളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്നത്. എന്തായാലും ബസ്സുകൾ കേന്ദ്രീകരിച്ചും മറ്റ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഇപ്പോൾ പൂർണ്ണമായും അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. CCTV ദൃശ്യങ്ങൾ പോലീസ് വ്യാപകമായി പരിശോധിച്ചു. ദൃശ്യങ്ങളിലൊന്നും കുട്ടിയില്ല എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന്റെ ഗതി മുട്ടിക്കുന്ന ഒരു കണ്ടെത്തലായി അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്.